ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വീഗൻ ചിക്കനാണ്. അതായത് വെജിറ്റേറിയൻ ചിക്കൻ. ഇത് നോൺ വെജ് കഴിക്കാത്ത ആൾക്കാർക്കും കഴിക്കാവുന്ന ഡിഷാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി നമ്മളൊരു വലിയ പാത്രം എടുക്കുക. അതിൽ 1 കിലോ മൈദ ആഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കുക. എന്നിട്ട് നല്ലപോലെ കുഴയ്ക്കുക. അതായത് ചപ്പാത്തി നമ്മൾ കുഴയ്ക്കണ പോലെ അധികം ലൂസാവാതെ കുറച്ച് ടൈറ്റിൽ തന്നെ കുഴയ്ക്കുക. അതിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് മുങ്ങണ രീതിക്ക് മുക്കി വയ്ക്കുക. ഒരു 1 ഹവറെങ്കിലും അത് സോക്ക് ചെയ്യാൻ വെക്കണം. എന്നിട്ട് ആ വെള്ളത്തിൽ തന്നെ നമ്മൾ കുഴയ്ക്കുക. നല്ലപോലെ കുഴയ്ക്കണം. ഒരു 6 വട്ടമെങ്കിലും കുഴയ്ക്കുക. അതായത് 6 വട്ടമെങ്കിലും വെള്ളം മാറ്റി മാറ്റി വെള്ളം നല്ല ക്ലിയർ ആവണ വരെ കുഴയ്ക്കണം. എന്നാലേ ഈ പരുവത്തിൽ കിട്ടുള്ളൂ. കണ്ടില്ലേ? ഈ പരുവത്തിൽ കിട്ടണമെങ്കിൽ ഒരു 6 വട്ടമെങ്കിലും നമ്മൾ മാറ്റി മാറ്റി കുഴയ്ക്കണം. എന്നിട്ട് ഈ മാവ് ഫോൾഡ് ചെയ്തിട്ട് അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള പാത്രത്തിൽ തന്നെ ഈ മാവ് വെക്കണം. കാരണം ഇത് മടങ്ങി പോകാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് നമ്മൾ അടുത്ത ദിവസം ഈ മാവ് എടുക്കുക. ഏകദേശം ഈ രൂപത്തിലാവും. കുറച്ച് നല്ല സ്മൂത്തായിട്ട് ഈ രൂപത്തിലാവും. നമ്മളിങ്ങനെ നിവർത്തി പരത്തി കൊടുക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് ബ്രൈഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ബ്രൈഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ ലെയേഴ്സ്, മസിലിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ ലെയേഴ്സ്, അതേപോലെ ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബ്രൈഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ കെട്ടി കൊടുക്കുക. ഇങ്ങനെ കെട്ടി കൊടുക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ മസിൽസ് ആ രൂപം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ബോയിൽ ചെയ്ത് അത് കട്ട് ചെയ്യുമ്പോൾ ആ രൂപത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടി കൊടുക്കുന്നത്. കെട്ടി കൊടുത്ത് ഈ രൂപത്തിലാക്കുക. അതിന് ശേഷം ഇത് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കുക. അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം തിളച്ചതിന് ശേഷം ഈ മാവ് ഇടുക. ഒരു 20 മിനിറ്റെങ്കിലും തിളയ്ക്കണം. അതിന് ശേഷം ഇത് കോരിയെടുക്കുക. എന്നിട്ട് ചൂടൊന്ന് ആറിയതിന് ശേഷം ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഈ ചിക്കനൊക്കെ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യണ പോലെ തന്നെ ഇതും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് അതേ ഒരു രൂപം കിട്ടും. കണ്ടില്ലേ? ചിക്കൻ്റെ അതേ മസിൽസിൻ്റെ രൂപം വരുന്നുണ്ട്. ഇതേപോലെ ഇതെല്ലാം നമ്മൾ കൈ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. മസാല പ്രിപ്പയർ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 5 സവാള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 തക്കാളി, 3 പച്ചമുളക്, 1 പിടി മല്ലിയില, 1 പിടി പുതിന ഇല, പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ. അടുത്തത് നമ്മൾ മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ്, 3 ടേബിൾ സ്പൂൺ ഓയിൽ. ഇതൊന്ന് ചൂടായി കഴിഞ്ഞതും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 3 പച്ചമുളക് ആഡ് ചെയ്ത് കഴിഞ്ഞ് അതും നല്ലപോലെ വഴറ്റുക. അതിലേക്ക് കുറച്ച് കല്ലുപ്പ്. ഇതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഈ കളറ് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ വഴറ്റുക. അതിൻ്റെ പച്ച സ്മെല്ല് മാറണ വരെ വഴറ്റണം. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി 1.5 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ. നല്ലപോലെ പച്ച സ്മെല്ല് മാറണ വരെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞിട്ട് പുതിന ഇല ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ വഴറ്റുക. ഇത് നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് തക്കാളി നല്ല ഉടയണ വരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ചിക്കനിലും എല്ലാത്തിലും മിക്സ് ആവണ വരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇതൊന്ന് മീഡിയം ഫ്ലെയിം വെച്ചിട്ട് വേവിക്കാം. മസാലയൊക്കെ ചിക്കനിൽ നല്ല പിടിക്കണ വരയ്ക്കും നല്ല അടച്ച് വെച്ച് വേവിക്കണം. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ വെള്ളം വറ്റണ വരെ ഇളക്കി കൊടുക്കുക. കാരണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റോസ്റ്റാണ്. അപ്പോൾ റോസ്റ്റ് വന്നാൽ അധികം വെള്ളം പാടില്ല. ഏകദേശം കണ്ടില്ല ഈ പരുവം എത്തണ വരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇവിടെ നമ്മുടെ വീഗൻ ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. റൈസ്, പൊറോട്ട, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടി ബെസ്റ്റ് കോമ്പിനേഷനാണ്. മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.